ആലപ്പുഴയിലെ സിപിഎമ്മിൽ കാലങ്ങളായി നിലനിൽക്കുന്ന ഗ്രൂപ്പ് പോര് തെരഞ്ഞെടുപ്പ് ആരവത്തിനിടയിൽ മൂർധന്യാവസ്ഥയിലെത്തിയിരിക്കുന്നു എന്ന് തെളിയിക്കുന്നതാണ് ജി സുധാകരൻ അവസാനം നടത്തിയ പരാമർശം. അതെ, തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്നതിനിടയിൽ ആലപ്പുഴയിലെ LDF സ്ഥാനാർത്ഥി AM ആരിഫിനെതിരെ ഒളിയമ്പുമായി മുതിർന്ന CPM നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ രംഗത്ത് വന്നിരിക്കുകയാണിപ്പോൾ. കൈപിടിച്ച് കയറ്റിയവനെ കഴുത്തിന് പിടിച്ച് തള്ളിയിട്ടാണ് ചിലർ MLA യും MP യും ഒക്കെ ആവുന്നതെന്ന് ജി സുധാകരൻ തുറന്നടിച്ചു. ഒരു സ്ഥാനത്തെത്തുന്നതിന് മുൻപ് MLA യും MP യും ആകണമെന്ന മോഹമാണ് ചിലർക്ക്. അത് കൈപിടിച്ച് കയറ്റിയവന്റെ കഴുത്തിന് വെട്ടുന്ന പരിപാടിയാണ്. അവനെ അങ്ങ് തട്ടിക്കളഞ്ഞാൽ തനിക്ക് അവിടെ കയറിയിരിക്കാം, എന്നിട്ട് അവിടെ കയറിയിരുന്നിട്ട് കൈകാലിട്ടടിക്കും. ഇതാണിപ്പോൾ നടക്കുന്നതെന്നും അദ്ദേഹം ആലപ്പുഴയിൽ പറഞ്ഞു. നേരത്തെ UDF സ്ഥാനാർത്ഥി അതിശക്തനാണെന്ന പരാമർശം LDF വേദിയിൽ നടത്തി ജി സുധാകരൻ ആരിഫിനെ വെട്ടിലാക്കിയിരുന്നു. LDF സ്ഥാനാർത്ഥിക്കെതിരായി CPM-ലും മുന്നണിക്കുള്ളിൽ ശക്തമായ അടിയൊഴുക്കുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നതിനിടയിലാണ് സുധാകരന്റെ ഒളിയമ്പ് എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും തിരഞ്ഞെടുപ്പ് തിരക്കുകൾ തകൃതിയിൽ നടക്കുമ്പോഴാണ് ജി സുധാകരന്റെ ഈ വിമർശനം ഉയർന്നു വന്നിരിക്കുന്നത്. പാർട്ടിയെ ഇതൊക്കെ എങ്ങനെ ബാധിക്കുമെന്നുള്ളത് നോക്കിക്കാണേണ്ട ഒന്ന് തന്നെയാണ്. മുൻ ആരോഗ്യമന്ത്രി KK ശൈലജയെയും പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് ജി സുധാകരൻ നേരത്തെയും രംഗത്ത് വന്നിരുന്നു. ആരാണ് ഈ ടീച്ചർ അമ്മ എന്ന് ചോദിച്ച സുധാകരൻ ഒരു പ്രത്യേക ആൾ മന്ത്രി ആയില്ലെന്ന് വെച്ച് വേദനിക്കേണ്ട കാര്യമില്ലെന്നും നല്ലതുപോലെ സംസാരിക്കുന്നതല്ല മന്ത്രിയാകാനുള്ള യോഗ്യതയെന്നും തുറന്നടിച്ചു പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ LDF സ്ഥാനാർത്ഥി AM ആരിഫിനെതിരെയും വിമർശനവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. പത്തനംതിട്ട തിരുവല്ലയിൽ ജോസഫ് M പുതുശ്ശേരിയുടെ പുസ്തക പ്രകാശന ചടങ്ങിൽ സംസാരിക്കവെയായിരുന്നു സുധാകരൻ KK ശൈലജയ്ക്കെതിരെ പരാമർശവുമായി വന്നത്. പുതുശ്ശേരി പറഞ്ഞു, ടീച്ചറമ്മയെ മന്ത്രിയാക്കിയില്ലെന്ന്. ആരാണ് ഈ ടീച്ചറമ്മ? അങ്ങനെ ഒരു അമ്മയെ ഞാൻ കേട്ടിട്ടില്ല. ഒരമ്മയ്ക്കും ആരും അങ്ങനെ പേരിട്ടിട്ടില്ല. അവരവരുടെ പേര് പറഞ്ഞാൽ മതി. ഒരു പ്രത്യേക ആൾ മന്ത്രി ആയില്ലെന്ന് വെച്ച് വേദനിക്കേണ്ട കാര്യമില്ല. കഴിവുള്ള പലരും കേരളത്തിൽ മന്ത്രിമാരായില്ല, വാർദ്ധക്യമായില്ല, ചിലപ്പോൾ ആകുമായിരിക്കും. ഞാൻ വിമർശിക്കുകയല്ല. പലരും പലതരത്തിൽ മന്ത്രിയാകും. ആ മന്ത്രിമാരെ പറ്റിയല്ല ഞാൻ പറയുന്നത്. കൊച്ചു കൊച്ചു പാർട്ടിക്ക് ഒരു MLA മാത്രമേ കാണൂ. അയാൾ മന്ത്രിയാകും, പുതിയ ആളായിരിക്കും, അത്യാവശ്യം ഒരു ലാത്തിയൊക്കെ ശരീരത്തിൽ കൊള്ളണം, അതൊക്കെ അറിഞ്ഞിരിക്കണം. അങ്ങനെയൊക്കെയാണ് ഇവിടെ ആയിട്ടുള്ളത്. സഹാനുഭൂതിയോ നല്ലതുപോലെ സംസാരിക്കുന്നതോ അല്ല മന്ത്രിസ്ഥാനം ലഭിക്കുന്നതിനുള്ള യോഗ്യത. ആ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച് പ്രസ്ഥാനത്തെ വളർത്തിയ അഭിപ്രായങ്ങൾ ധൈര്യമായി പറഞ്ഞ് തുല്യ അവസരങ്ങൾ ഉപയോഗിച്ച് പ്രക്ഷോഭങ്ങളിൽ മുൻപന്തിയിൽ നിന്ന് അങ്ങനെയാണ് വരേണ്ടത്, സുധാകരൻ പറഞ്ഞിരുന്നു. പൊളിറ്റിക്കൽ ക്രിമിനൽസ് എന്നൊരു വിഭാഗം വളർന്നു വരുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞിട്ട് 2 വർഷമായി. അത് വർദ്ധിച്ചു വരുന്നുണ്ട്. പൊളിറ്റിക്കൽ ക്രിമിനലുകളുമായി ചങ്ങാത്തം കൂടി പത്രമാധ്യമങ്ങളിൽ അവരുടെ താല്പര്യപ്രകാരം വാർത്ത കൊടുക്കുക. ഒരു കൂട്ടം പൊളിറ്റിക്കൽ ക്രിമിനലുകളുമായിട്ട് മാധ്യമ പ്രവർത്തകരുമുണ്ട്. ഇതൊരിക്കലും പാടില്ല, സുധാകരൻ വ്യക്തമാക്കി. MT വാസുദേവൻ നായർ പഠിപ്പിക്കാൻ വരേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടേയില്ല. അതിന്റെ ഓഡിയോ കേട്ടു നോക്കൂ. MT വാസുദേവൻ നായരെയല്ലേ കൊച്ചുകുട്ടി പഠിപ്പിച്ചാലും നമ്മൾ പഠിക്കും. നമ്മൾ ജനങ്ങളെ പഠിപ്പിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരാണ്. ജനങ്ങളിൽ നിന്ന് പഠിക്കുകയും ചെയ്യും. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പറയേണ്ട കാര്യം പറഞ്ഞു, അത് പറയണമല്ലോ, അല്ലാതെ ഭയന്ന് പറയാതിരിക്കരുത്. ആരെങ്കിലും പറയുമ്പോൾ അതിന്റെ പുറകിൽ ഒളിച്ചിരുന്ന് പതുക്കെ പറയുന്നു, അതൊന്നും വേണ്ട, സുധാകരൻ വിമർശിക്കുകയുണ്ടായി.